എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. പുതിയ കുറേ രുചിക്കൂട്ടുകളും അതുപോലെ ഞാൻ പോകുന്ന യാത്രകളിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു സാലഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വാഴപ്പൂവിൻ്റെ ഓരോ പോളകളായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം പൂ മാറ്റി വയ്ക്കും. പൂ നമ്മൾ ഈ സാലഡിന് ഉപയോഗിക്കാൻ പോകുന്നില്ല, ഈ പോള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഴപ്പൂവിൻ്റെ ഏറ്റവും പുറത്തുള്ള 2-3 പോളകൾ കുറച്ച് ഹാർഡായിരിക്കും, അതൊന്ന് ഒഴിവാക്കുക. അതിന് ശേഷമുള്ള ഒരു 6-7 പോളകൾ എടുത്തിട്ട് സാലഡിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും 1/2 നാരങ്ങയുടെ നീരും ചേർക്കുക. വാഴപ്പൂ നമ്മൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഡാർക്കായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവില്ല. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പോളകളും നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം വളരെ തിന്നായിട്ട് അരിയുക കേട്ടോ. പിന്നെ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അരിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലതും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ക്യാബേജിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതും നീളത്തിൽ ചീവിയെടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള വാഴപ്പൂവിൻ്റെ പോള വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള സോസാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര എടുക്കുക. പാം ഷുഗർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫിഷ് സോസ് ഒഴിക്കുക. പിന്നെ വലിയൊരു ലെമണിൻ്റെ മുഴുവൻ നീരും പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അവസാനമായി 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ടിലേക്ക് ഇതൊരു പിടി വറുത്തെടുത്തിട്ടുള്ള നിലക്കടലയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുത്തിച്ചതച്ചെടുക്കണം. ഞാൻ തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ടാണ് ഒന്ന് കുത്തിയെടുക്കുന്നത്.
പിന്നെ ഒരു പിടി പുതിന നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ ഈ സാലഡിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ സാലഡ് റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അത്. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.